السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد صلاة وسلاما عليك يا رسول الله يا حبيب الله يا خير خلق الله. ആദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ നാളെ ആഖിറത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. വെള്ളിയാഴ്ച രാവാണ്. മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങൾക്ക് നമ്മൾ സലാം പറയുന്നതും അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതും അവർക്ക് വേണ്ടി നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതുമൊക്കെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും സ്വാലിഹീങ്ങൾക്ക് ആരാണ് അത് ചെയ്യുന്നത് എന്ന അഡ്രസ്സോടുകൂടി തന്നെ അവരുടെ മുന്നിൽ വെളിവാക്കപ്പെടും എന്നാണല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ നമ്മളെല്ലാവരും കരുതിപ്പോരുന്നത്. തീർച്ചയായിട്ടും താജുൽ ഉലമ കാണുകയാണ്. താജുൽ ഉലമ ഉത്തര കേരളത്തിലെ എട്ടിക്കുളത്ത് തന്റെ ഖബറിൽ വെച്ച് കാണുകയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവരുടെ ഇരുഭാഗങ്ങളിലും കേരളത്തിലെ പ്രധാനപ്പെട്ട സാദാത്തുക്കൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട ആലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവൻ വേണോ ജീവൻ നൽകാൻ, രക്തം വേണോ രക്തം നൽകാൻ തയ്യാറുള്ള പതിനായിരങ്ങൾ ആ താജുൽ ഉലമക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ഖുർആൻ പാരായണം നടത്താൻ, അവരെപ്പറ്റി ഈ സ്വാലിഹീങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ, അങ്ങനെ അവരൊക്കെ വന്ന വഴിയിൽ പിന്തുടർന്ന് ജീവിക്കാൻ തൗഫീഖുണ്ടാകാൻ ദുആ ചെയ്യാൻ, അതിനൊക്കെ വേണ്ടി ഈ ഒരുമിച്ചു കൂടിയ ഈ ജനസഞ്ചയത്തെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ കാണുകയാണ്. اللهم زد له شرفا على شرفه وفضلا على فضله وكرامة تليق بعظيم شأنه. اللهم أعد علينا وعلى أساتذتنا ومشايخنا وتلاميذنا وعلى إخوتنا وأخواتنا وعلى أزواجنا وذرياتنا وعلى جميع من تعلقوا بنا من فيوضاته وأنواره وأسراره وبركاته يا رب العالمين ويا رب العرش العظيم. താജുൽ ഉലമ ഉള്ള ഒരു സ്റ്റേജിലായിരുന്നു സംസാരിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ എനിക്ക് യാതൊരു പ്രയാസവും തോന്നില്ലായിരുന്നു. താജുൽ ഉലമയുടെ ഭൗതിക സാന്നിധ്യമുള്ള ഒരു സഭയിലാണ് വല്ലതും പറയേണ്ടി വന്നത് എങ്കിൽ
ഒരു സംശയവുമില്ലാതെ ഞാൻ പറയുകയാണ്, ഒരു പേടിയും ഉണ്ടാകാറില്ല. കാരണം താജുൽ ഉലമ ആ സഭയിൽ വെച്ച് തന്നെ നമ്മുടെ സംസാരത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉടനെ ചൂണ്ടിക്കാണിച്ച് അപ്പോൾ തന്നെ തിരുത്താൻ ബഹുമാനപ്പെട്ടവർ മറ്റാരും കാണിക്കാത്ത ധൈര്യം കാണിക്കുമായിരുന്നു എന്നത് തന്നെയാണ് താജുൽ ഉലമായുടെ ഭൗതിക സാന്നിധ്യത്തിൽ പ്രസംഗിക്കാൻ ഒട്ടും പേടി ഇല്ലാതിരുന്നതിന്റെ കാരണം. ഞാൻ ഓർക്കുകയാണ്, 2 സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഒരിക്കൽ സന്തോഷത്തോടെ, ഒരിക്കൽ വളരെ ദേഷ്യത്തോടെ 2 പ്രയോഗം നടത്തിയത്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, AP നിങ്ങളെ ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. സാഹചര്യം ഞാൻ പറയാം. മറ്റൊരിക്കൽ എന്നോട് പറഞ്ഞു, അതേ AP പഠിപ്പിച്ചു വിട്ടതല്ലേ, അങ്ങനെ തന്നെ ആകും എന്ന് പറഞ്ഞു. എനിക്കറിയാം, ഞാനിവിടെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ 6 വർഷം ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ത്വവ്വലല്ലാഹു ഉംറഹു വനഫഅനാ ബിഹി ഫിദ്ദാരൈൻ, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമയുടെയും മറ്റു ഉസ്താദുമാരുടെയും ശിക്ഷണത്തിൽ ഇവിടെ പഠിക്കുകയുണ്ടായി. മുതവ്വലിലെ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ശൈഖുന കാന്തപുരം ഉസ്താദ് നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ എന്ന് പറയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ ശേഷം വന്ന പലരെയും ഇവിടെ നിന്ന് പോകുന്നതിന്റെ മുമ്പ് തന്നെ മറ്റെവിടെയും ഏൽക്കാൻ പാടില്ല, റമദാൻ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കണം എന്ന് ശഅബാനിലോ റജബിലോ അതിനും മുമ്പോ പറഞ്ഞതും അത് പ്രകാരം അവർ നിന്നതും ഒക്കെ എനിക്ക് പരിചയമുണ്ട്. ഇവിടത്തെ മുദരിസുമാരിൽ അത്തരം മുദരിസുമാർ ഇപ്പോഴുമുണ്ട്. ഇവിടുന്ന് പോകുന്നതിന്റെ പാസായി പോകുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ പറയും. പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഉള്ളാളത്തേക്ക് പോകണം. അപ്പൊ ഞാൻ എന്റെ മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം എന്നാണ് ആഗ്രഹം. സമയമായിട്ടില്ല, നിങ്ങൾക്ക് ചില ട്രെയിനിങ് കൂടി കിട്ടാനുണ്ട്, അത് ഉള്ളാളത്ത് പോയി കഴിഞ്ഞതിന്റെ ശേഷം സമയമാകുമ്പോൾ ഇവിടെ കൊണ്ടുവരും. അനുസരിക്കുകയല്ലാതെ മറ്റു നിർവാഹമില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉള്ളാളത്തേക്കും പോകുന്നില്ല, ഇവിടെയും നിൽക്കുന്നില്ല, എന്റെ ജോലി ഞാൻ തന്നെ നോക്കാം എന്ന് പറയണം. അത് നമുക്കൊരിക്കലും പറ്റൂലല്ലോ. പോകുമ്പോൾ, ഉള്ളാളത്തേക്ക് പോകുമ്പോൾ മർഹൂം പാറന്നൂർ ഉസ്താദ് അല്ലാഹു തആല അവരുടെയും ഇവിടെ നിന്ന് തന്നെ മരണപ്പെട്ടുപോയ ഒരുപാട് ഉസ്താദുമാരുണ്ട്. നെല്ലിക്കുത്ത് ഉസ്താദ്, അബ്ദുൽ ഉസ്താദ്, ചെറുഷോൽ ഉസ്താദ്, മറ്റൊരുപാട് ഉസ്താദുമാർ. അല്ലാഹു തആല മരണപ്പെട്ടുപോയ മുഴുവൻ ഉസ്താദുമാരുടെയും പ്രത്യേകിച്ച് താജുൽ ഉലമയുടെയും നമ്മുടെയൊക്കെ ബന്ധത്തിൽ, അറിവിൽ, പരിചയത്തിൽ, സൗഹൃദത്തിൽ, കുടുംബത്തിൽ മരണപ്പെട്ടുപോയ എല്ലാവരുടെയും ഖബറുകളെ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. പാറന്നൂർ ഉസ്താദ് പറഞ്ഞു, ഉള്ളാളത്തേക്ക് പോകാൻ AP ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ടൊരു ട്രെയിനിങ് കിട്ടാനുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം കരുതിക്കൊള്ളുക. എന്റെ വക ഞാനൊന്നും കൂടി പറയാം എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുരുത്തം കിട്ടിയിട്ടില്ലെങ്കിലും കുരുത്തക്കേട് വാങ്ങിക്കരുതിട്ടോ. ഇന്നും ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു വരിയാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഞാൻ ഓർമ്മിക്കുന്നത് 1991 എന്നാണ്. അന്ന് അവിടെ 5ാം ക്ലാസ്സിൽ മഹല്ലി 1ാം ജുസ് ദർസ് നടത്താൻ വേണ്ടി എനിക്കാണ് തന്നത്. ആ ദർസിൽ ഖസ്റിന്റെയും ജമ്മിന്റെയും അഥവാ
മുസാഫിറിന്റെ അഹ്കാമുകളെപ്പറ്റി പറയുന്ന സ്ഥലത്ത് മസാഫത്തുൽ ഖസ്ർ ജമ്മ് ആക്കാൻ എത്ര ദൂരമുള്ള യാത്ര ചെയ്യണം എന്ന് ചർച്ച ചെയ്യുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ മറ്റ് ചില ആധുനിക പഠനങ്ങളൊക്കെ വായിച്ച ഒരു അനുഭവവും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, മസാഫത്തുൽ ഖസ്ർ യാത്രക്കാരന് യാത്രയുടെ ആനുകൂല്യങ്ങൾ എടുക്കാനുള്ള യാത്ര എത്ര കിലോമീറ്റർ വേണം എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലെ ഉലമാക്കളൊക്കെ 132 കിലോമീറ്റർ ദൂരമുള്ള യാത്ര വേണം എന്ന് പറയുന്നു. അതേസമയം ആധുനികമായ പല ഗവേഷണങ്ങളും നടത്തിയ ഒരുപാട് ആലിമീങ്ങൾ 80 കിലോമീറ്റർ മതി എന്ന് പറഞ്ഞതും ഉണ്ട്. 80 കിലോമീറ്റർ ആണ് എന്ന അഭിപ്രായം പിടിച്ചാൽ നമ്മളെപ്പോലത്തെ യാത്രക്കാർക്ക് വളരെ സൗകര്യമാകും എന്നും കൂടി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് അസുഖമായി വീട്ടിൽ കിടക്കുകയാണ്. അല്ലാഹു തആല ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉള്ളാളത്തേക്ക് ഫോൺ ചെയ്തു, എന്നെ കിട്ടണം എന്ന് പറഞ്ഞു. മൊബൈലില്ല. ഇന്ന് താജുൽ ഉലമ നിങ്ങളെപ്പറ്റി മുശാവറയിൽ പറഞ്ഞു, വല്ലാതെ ദേഷ്യപ്പെട്ടു. എന്തായിരുന്നു നിങ്ങൾ അവിടെ എന്തോ ക്ലാസ്സിൽ കുട്ടികൾക്ക് തെറ്റായ വിവരം പറഞ്ഞുകൊടുത്തോ എന്ന് ചോദിച്ചു. പക്ഷേ ഫോണ് സംസാരം മുഴുവനാക്കാൻ പറ്റിയില്ല, ഡിസ്കണക്റ്റ് ആയിപ്പോയി. പിറ്റേന്ന് അതാ എന്നെ വിളിക്കുന്നു, റൂമിലേക്ക് വിളിച്ചു. എന്തിനാണ് എന്ന് എനിക്ക് ചിത്താരി ഉസ്താദ് തലേ ദിവസം വിളിച്ചതുകൊണ്ട് ഏതാണ്ട് ഒരു ഊഹമുണ്ടായി, വല്ലാത്ത പേടി. അങ്ങനെ തങ്ങളവറുകൾ താമസിക്കുന്ന ഉള്ളാളത്തെ റൂമിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ, എടാ നിന്നെ എന്തിനാണടാ ഇങ്ങോട്ട് ഏപ്പി പറഞ്ഞയച്ചത്? കുട്ടികളെ മുഴുവൻ വഴിതെറ്റിക്കാനാണോ? ഞാൻ പറഞ്ഞു, സയ്യിദവറുകളെ എന്താണ് കാര്യം? എനിക്ക് മനസ്സിലായിട്ടില്ല. നിനക്ക് മനസ്സിലാകൂലടാ, ഓരോന്ന് പഠിച്ചു വരുന്നത് ഈ ജാതിയാണല്ലേ മർക്കസിൽ ഏപ്പി പഠിപ്പിച്ചു വിടുന്നത്. സംഭവം എന്താന്ന് മനസ്സിലായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്കറിയാമോ ഞാനും കണ്ണിയമ്മൂലിയാരും, അങ്ങനെ അന്ന് പറഞ്ഞത്. കണ്ണിയത്തുസ്താദും താജുൽ ഉലമയും അവര് രണ്ടുപേരും വളരെ വിശദമായി കണക്കുകൂട്ടി അതിന്റെ എല്ലാ രേഖയും പരിശോധിച്ച് ഞങ്ങൾ ഉറപ്പിച്ചതാ 132 എന്നത്. പിന്നെ നിങ്ങൾ വന്നപ്പോ അത് 80 അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ് ഒന്ന് പറയാൻ സമ്മതം തന്നാൽ ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് നിങ്ങളെ വിശദീകരണം തന്നെ കേൾക്കണ്ട. എനിക്ക് ബോധ്യപ്പെട്ട് ഇനി ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ വളരെയധികം പ്രയാസത്തിൽ അവിടെ നിന്ന് പോന്ന് റൂമിൽ വന്നു. ബഹുമാനപ്പെട്ട അമീനുൽ ഖുർദി എന്ന് പറഞ്ഞ മിസ്റിൽ നിന്നുള്ള വലിയൊരു ആലിമുണ്ട്, നമ്മുടെ ഈ ഗസ്റ്റിന്റെ നാട്ടുകാരന, വലിയ ആലിമാണ്. അദ്ദേഹം എഴുതിയ തസവ്വുഫിൽ ഒരു കിതാബുണ്ട്, തൻവീറുൽ ഖുലൂബ് ഫീ മുആമലത്തി അല്ലാമിൽ ഖുയൂബ്. സുബ്ഹാനല്ലാഹ്, ആ കിതാബ് ഇങ്ങനെ വായിക്കുമ്പോ ഹൃദയത്തിൽ തീരെ ഭക്തിയില്ലാത്ത ആൾക്ക് ഭക്തി കൂടും. ആരോടെങ്കിലും വല്ലാതെ ദേഷ്യമുള്ള സമയത്താണ് ഇത് വായിച്ചു നോക്കുന്നതെങ്കിൽ അത് വായിച്ചാൽ അപ്പോ ദേഷ്യം മുഴുവൻ പോകും. ഞാൻ ആ കിതാബ് നേരത്തെ നോക്കിയതുകൊണ്ട് എന്റെ കൈവശം അതുണ്ടായിരുന്നു. ഞാൻ അതുമായിട്ട് പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് വൈകുന്നേരം ഇശാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് താജുൽ ഉലമ ഇരിക്കുന്ന ആ സഭയിൽ അവിടെ ചെന്ന് ഒരു പുതിയ കിതാബുണ്ടായിരുന്നു. കിതാബ് വല്ലാതെ പണ്ടുള്ള ആളല്ലെങ്കിലും നല്ല കിതാബാണ്. എനിക്ക് താജുൽ ഉലമയുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോ ഈ മഹാന്റെ കിതാബ് ഓർമ്മ വരും. അതുകൊണ്ട് ഇതൊന്ന് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. എവിടെ എടുക്കുന്നത്? ഇന്നലെ പറഞ്ഞതൊക്കെ മറന്നുപോയിട്ടുണ്ട്. അത് കുറച്ചിങ്ങോട്ട് വായിച്ചോ, ഇത് നല്ല കിതാബാണല്ലോ, ഇത് എനിക്ക് വേണം എന്നറിഞ്ഞു. ഞാൻ പറഞ്ഞു, അത്
താജുലുലമക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതിന്റെ ഒരു പേജ് ഞാൻ അവിടെ അടയാളം വെച്ചിട്ടുണ്ട്, അവിടെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. ആ കിതാബിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതങ്ങോട്ട് വായിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞാനും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്നല്ല പറഞ്ഞത്. ശാഫിഈ മദ്ഹബ് പഠിപ്പിക്കുന്ന ആലിമീങ്ങൾ അവർ മുഅ്തമദ് മാത്രമേ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാവൂ, പ്രസംഗത്തിൽ പറയാവൂ, ഫത്വ കൊടുക്കേണ്ടി വരുമ്പം കൊടുക്കാവൂ. അല്ലാതെ നിങ്ങൾ പറഞ്ഞതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനും യാത്രയിൽ അത്യാവശ്യം വരുമ്പോ ആ മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്യലുണ്ട്. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞത് ബേജാറായിട്ടുണ്ടെങ്കിൽ, വേദനിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. സുബ്ഹാനല്ലാഹ്. ഇതാണ് താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അപ്പൊ ഞാൻ പറഞ്ഞു, പാവം AP ഉസ്താദ്, തങ്ങളിപ്പോ പറഞ്ഞതെന്താ? AP ഇതൊക്കെയാണോ പഠിപ്പിച്ച് വിട്ടത് എന്നല്ലേ? ആ ഉസ്താദിനെ എന്തിനായിരുന്നു വെറുതെ പറഞ്ഞത്? അത് നിങ്ങൾക്കറിയില്ലേ? ഈ ഉസ്താദുമാര് പഠിപ്പിക്കണതിനനുസരിച്ചല്ലേ കുട്ടികള് വളരല്. അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ AP നിങ്ങളെ ഈ അഭിപ്രായം ഒന്നും പറയൂല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. ഉടനെ എന്നാ വിളിക്കീന്ന് പറഞ്ഞു. അന്ന് ഉസ്താദിന്റെ കയ്യിലും മൊബൈലില്ല. ഫോണിൽ മർക്കസിലേക്ക് വിളിച്ചു. പക്ഷേ ഉസ്താദ് ഇവിടെ സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ചുകൂടി താജുൽ ഉലമയുടെ മുന്നിൽ 15 കൊല്ലം താജുൽ ഉലമയുടെ അടുത്ത് പഠിക്കുകയും ജീവിതം മുഴുവൻ താജുൽ ഉലമയുടെ അടുത്ത് തന്നെ മുദരിസായി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന താഴേക്കോട് അബ്ദുള്ള മുസ്ലിയാർ, അല്ലാഹു തആല സുഖം ശിഫയാക്കി ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ മുദരിസന്മാരാ ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ ശിഷ്യന്മാരായതുകൊണ്ട് അവരൊന്നും പറയൂല. ഞാൻ പറഞ്ഞു, ചോദ്യം ഏതായാലും ചോദിക്കണം ഉസ്താദ്. അത് ചോദിച്ചെങ്കിലല്ലേ ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്നാ ചോദ്യം ചോദിക്കുക. ജയ്സുൽ ഉമറാ എന്ന് പറയുന്നത് ഏത് ജയ്സിനെ പറ്റിയാണ്? സത്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ ഉത്തരവും ഓർമ്മ വന്നു. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമാ ഉസ്താദ് അവർ ഞങ്ങൾക്ക് ബുഖാരി ഓതി തന്നപ്പോ മരങ്ങളുടെ കൂട്ടത്തിൽ അത്തരം ഒരു മരമുണ്ട്. ആ മരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യന്മാർക്ക് ഉപകാരമുള്ളതാണ്. അതിന്റെ ഒന്നും ഒഴിവാക്കാനില്ല. അങ്ങനത്തെ എല്ലാം കൊണ്ടും ഉപകാരപ്പെടുന്ന വൃക്ഷം പോലെയാണ് മൂമിനിന്റെ ഉദാഹരണം. ആ മരം ഏതാണ്, വൃക്ഷം ഏതാണ് എന്നറിയാമോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബാക്കളോട് ചോദിച്ച ഒരു ഹദീസ് ബുഖാരി ശരീഫിൽ ശൈഖുന ഉസ്താദ് ക്ലാസ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് അന്നൊരു ഹിക്മത്ത് പഠിപ്പിച്ചു തന്നിരുന്നു. ഇബ്നു ഉമർ തങ്ങൾക്ക് അത് അറിയാമായിരുന്നു, പക്ഷേ പറഞ്ഞില്ല. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ വാപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് അറിയാമായിരുന്നു, ഞാൻ പിന്നെ മുതിർന്ന ആളുകളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ പറയാതെ അതൊരു അദബുകേടല്ലേ എന്ന് കരുതി. അപ്പൊ വാപ്പ പറഞ്ഞു, മോനെ നീ അത് പറയണമായിരുന്നു. എന്നാൽ അത് പറഞ്ഞതിന്റെ പേരിൽ നിനക്കും അവന്റെ ഉപ്പയായതിന്റെ പേരിൽ എനിക്കുമൊക്കെ നബിതങ്ങളുടെ ദുആ കിട്ടുമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഓതിത്തന്ന അന്ന് ശൈഖുന ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി വേറുള്ളവരൊക്കെ ഒന്ന് നോക്കി സാവകാശം പറയാം. ഒറ്റടിക്ക് അങ്ങോട്ട് പറഞ്ഞുകൂടരുത്. അദബുകേടാണ് എന്ന് ആർക്കെങ്കിലും തോന്നാൻ ഇടവരുത്തരുത്. ജയ്സുൽ ഉമറാ എന്ന് പറഞ്ഞാൽ ആർക്കാടാ അറിയാന്നാണ്. തങ്ങളടുത്ത് ഒരുപാട് കൊല്ലം ഓതുകയും ഇപ്പോഴും അവിടെ മുദരിസായ ആളുകളെയും ഇടയിൽ വെച്ച് പറയുന്നത്. ഞാനിങ്ങനെ നോക്കി മുദരിസന്മാർ ഉസ്താദുമാരാരോ പറയുന്നു. എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ ആരും പറയുന്നില്ല. എനിക്ക് ശൈഖുന ഉസ്താദിന് ഓർമ്മ വന്നു അന്ന് ഈ ഹദീസ് ഓതിത്തന്നപ്പോ പറഞ്ഞത്. ഞാൻ ഉടനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഹദീസ് ഓതിത്തന്നപ്പോ ശൈഖുന ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞിരുന്നു, കിട്ടുമെങ്കിലും ഒറ്റടിക്ക് പറയരുത്, മറുപടി പറഞ്ഞാൽ അദബുകേടാവൂലല്ലോ എന്നൊരു മുഖദ്ദിമ അങ്ങോട്ട് ചോദിക്കുക. ഞാൻ മറുപടി പറഞ്ഞാൽ ഈ വലിയ ഉസ്താദുമാരൊക്കെ ഇരിക്കുന്നിടത്ത് മറുപടി ഞാൻ പറഞ്ഞാൽ അത് അദബുകേടാവോ എന്നൊന്ന് ആദ്യം ചോദിക്കുക.
അത് ചോദിക്കുമ്പോ അറിയല്ലോ. അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞാൽ അദബുകേടാവുമോന്ന്. അദബുകേടാകാനാ ചോദിച്ചത്, പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് മൗത്തത്ത് യുദ്ധമാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ, ഈ മർക്കസു സഖാഫത്തി സുന്നിയ, അതുപോലെ സുബ്ഹാനല്ലാഹ് ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ മാതൃകയാകാൻ പറ്റിയ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജനലക്ഷങ്ങളെ ദീനിന്റെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് അല്ലാഹു തആല ഇതുവരെ തൗഫീഖ് നൽകി. ഇനിയും ആ തൗഫീഖ് ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ 2 മാസം മുമ്പാണ് ആ മൂത്തയിൽ വീണ്ടും പോകാൻ അവസരം ലഭിച്ചത്. ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിസത്ത്, അതേപോലെ തന്നെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹും, 3 വളരെ പ്രധാനപ്പെട്ട സ്വഹാബാക്കൾ ഷഹീദായ യുദ്ധം. ആ യുദ്ധം ജയ്ഷുൽ ഉമറാ എന്ന പേരിൽ അറിയപ്പെടും എന്ന് എവിടെയോ വായിച്ചതോ ഇനി ശൈഖുന ഉസ്താദിന്റെ തന്നെ ക്ലാസ്സിൽ കേട്ടതാണോ ഓർമ്മല്ല. ഞാൻ പറഞ്ഞു, അതാണ് എന്നാ തോന്നുന്നത്. ഉടനെ തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതല്ലേ AP പഠിപ്പിച്ചാലുള്ള ഗുണം. ഞാൻ APന്ന് തങ്ങളത് നക്കിൽ ചെയ്യാണ് കേട്ടോ. അതുകൊണ്ട് ആരും ബേജാറൊന്നും വിചാരിക്കരുത്. എനിക്ക് ഈ ഉസ്താദുമാരൊക്കെ ഇരിക്കുന്നോടത്ത് ഇപ്പൊ സംസാരിക്കാൻ വളരെ പ്രയാസമുണ്ട്. കാരണം ഒരുപാട് അനുഭവമുണ്ട്. എന്റെ അനുഭവമാകുമ്പോ മെനയാന്ന് ഹികമിയ്യയിൽ നിന്ന് സുലൈമാൻ സഖാഫി മാളിയക്കൽ പ്രസംഗിക്കുമ്പോ പറയുന്നത് കേട്ടു. എന്റെ അനുഭവമാകുമ്പോ ഞാൻ എന്നുള്ള ലഫ്ള് ഇടക്ക് വരും. ആ പേടി തന്നെയാണ് എനിക്കും. അതുകൊണ്ട് മാപ്പാക്കി തരണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്ന് ആ സഭയിൽ വെച്ച് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനു വേണ്ടി എത്ര സമയമാണ് താജുൽ ഉലമ ദുആ ചെയ്തത് എന്നറിയാമോ? അപ്പൊ ഞാൻ വീണ്ടും പഴയത് ഓർമ്മപ്പെടുത്തി. അന്ന് എന്നോട് APന്റെ അടുത്ത് ഇതൊക്കെയാണോ പഠിക്കുന്നത് എന്ന് ചോദിച്ചതല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, തെറ്റ് കണ്ടാലെടോ ഉടനെ പറയണം. അതാണ് APയും പറയുന്നത്, ഞാനും പറയുന്നത്. നിങ്ങളും ഇനി അങ്ങനെ തന്നെ പഠിക്കണം. ആരെടുത്ത് തെറ്റ് കണ്ടാലും ഉടനെ പറയാൻ കഴിയണം. താജുൽ ഉലമ അങ്ങയുടെ ഖബറിൽ വെച്ച് ഞങ്ങൾ ഈ പറയുന്നത് കേൾക്കുമെന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് പറയുന്നത്. ഞങ്ങളുടെ വകയായി സ്വന്തമൊന്നും പറയുന്നില്ല. അങ്ങയുടെ ഖബറിൽ വെച്ച് ഞങ്ങൾക്ക് സാക്ഷിയാകണം. ഞങ്ങൾ ഈ പറയുന്നത് തീർത്തും അങ്ങയുമായുള്ള ബന്ധപ്പെട്ട ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളാണ്. ഞങ്ങൾക്ക് സുന്നത്തിയമായത്തിൽ ഇത്രയും ശക്തമായി ഉറച്ചു നിൽക്കാൻ, ഞങ്ങളുടെ ആലിമീങ്ങൾ എന്തു പറയുമ്പോഴും കൂടെ നിൽക്കാൻ, അവർ വിളിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ, അവർ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ, അതിനൊക്കെ ധൈര്യം നൽകുന്നത് അങ്ങ് മുന്നിൽ നിന്ന് നയിച്ചു എന്ന കാരണം കൊണ്ടാണ്. അല്ലാഹു തആല അങ്ങയുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ വളരെ ചുരുക്കുകയാണ്. താജുൽ ഉലമയെ സംബന്ധിച്ച് പറയാൻ എന്റെ ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പോൾ പറയാൻ കാന്തപുരം ഉസ്താദിന്റെയും ആവശ്യമില്ല. മറിച്ച് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പാലം കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് എട്ടിക്കുളം വരെയുള്ള 10ലധികം കിലോമീറ്ററുകൾ ആ വഴിയിലെ ഓരോ മണൽത്തരിയും പറയും താജുൽ ഉലമയെപ്പറ്റി. താജുൽ ഉലമയെ സംബന്ധിച്ച് ആ പരിസര പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ അവരൊക്കെ പറയും. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ആ മലകളോട് ചോദിക്കാം. നേവൽ അക്കാദമിയുടെ പരിസരത്തുള്ള ഉയർന്നു നിൽക്കുന്ന മലകളോട് ചോദിക്കൂ. ആ മലകൾ താജുൽ ഉലമ എന്ന് പറയുമ്പോൾ കോരിത്തരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ പരിസരത്തുള്ള മനുഷ്യരോട്, മൃഗങ്ങളോട്, വൃക്ഷങ്ങളോട്, കെട്ടിടങ്ങളോട്, മണൽത്തരികളോട് നിങ്ങൾക്ക് ചോദിച്ചാൽ അവരൊക്കെയും 1000 നാവ് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമയെപ്പറ്റി പറയും. അതൊക്കെ കണ്ട നിങ്ങൾക്ക് ഞാൻ ഇനി താജുൽ ഉലമയെ പരിചയപ്പെടുത്തി തരണമെന്നില്ല. ഞാൻ എന്റെ മുന്നിൽ ഇതാ കാണുന്നു. എന്റെ മുന്നിൽ ഞാൻ നേരത്തെ 5 മണിക്ക് ഇവിടെ വന്നിരുന്നത് മുതൽ ശ്രദ്ധിക്കുകയാണ്. കുറെ മുഖങ്ങൾ.
ഞാൻ അത്ഭുതപ്പെട്ടുപോയി. നേരത്തെയൊന്നും ഒരു പരിപാടിക്ക് ഇത്രയും കാലേ കൂട്ടി വന്നിരിക്കാത്തവരെന്തേ ഇങ്ങനെ വളരെ നേരത്തെ വന്നത്? കഥയറിയാൻ, രഹസ്യമറിയാൻ ഞാൻ കൂട്ടത്തിൽ ഒരാളോട് ചോദിച്ചു, അല്ല എന്തേ ഇന്ന് ഇത്ര നേരത്തെ വന്നത്? അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യമാണ് പറഞ്ഞതെങ്കിലും ആയിരങ്ങളുടെ കാര്യമാണ് അയാൾ തന്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത് എന്നുകൂടി ഉണർത്തുകയാണ്. രാത്രി 2 മണി 3 മണി 4 മണി നേരത്ത് കഴിഞ്ഞ ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മയ്യിത്തൊരു നോക്ക് കാണാൻ, ആ ജനാസയൊന്ന് കാണാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് ഹംദാ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വളരെ ഞെരുങ്ങി പ്രയാസപ്പെട്ട് ജനാസയുടെ കൂടെ നടന്ന രംഗം ഓർമ്മിക്കാൻ അവസരം നൽകുമാ. ജനലക്ഷങ്ങൾ ആ കിലോമീറ്ററുകൾ നീണ്ട സ്ഥലത്തുകൂടെ ഞെരുങ്ങി അവിടെ നടന്നത്, മണിക്കൂറുകൾ അവർ കാത്തിരുന്നത്, മണിക്കൂറുകൾക്ക് അവസാനം ഇനി ജനാസ കാണാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവർ തിരിച്ചു പോന്നത്. ആ മുഖങ്ങളിലെ കുറെ മുഖങ്ങളെയാണ് ഞാൻ ഇന്നിവിടെ കാണുന്നത്. ആ മുഖങ്ങളിൽപ്പെട്ട ഒരു മുഖത്തിന്റെ ഉടമ എന്റെ ചോദ്യത്തിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അന്ന് ജനാസ കാണാൻ പറ്റിയില്ല, വല്ലാത്ത വേദനയുണ്ട്, ഖേദമുണ്ട്, ദുഃഖമുണ്ട്, താജുൽ ഉലമയെ എനിക്ക് കാണില്ലല്ലോ എന്ന ചിന്ത ഞങ്ങളെ വല്ലാതെ അലട്ടുകയാണ്. പക്ഷേ താജുൽ ഉലമക്ക് വേണ്ടി താജുൽ ഉലമ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അമറുൽ ഉലമ, ആ താജുൽ ഉലമക്ക് വേണ്ടി ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ, ഇവിടെ ഖുർആൻ പാരായണം നടക്കുമ്പോൾ, ഇവിടെ അവർക്ക് വേണ്ടി തഹ്ലീല് നടക്കാനിരിക്കുമ്പോൾ, ഇവിടെ പിന്നിലേറ്റവും പിന്നിലായി പോകരുതെന്ന നിർബന്ധം കൊണ്ടാണ്. നേരത്തെ അന്ന് സംഭവിച്ചതുപോലെ വെറും കൈയോടെ മടങ്ങിപ്പോകേണ്ടി വരുമോ എന്ന ഭയത്താലാണ് ഇന്ന് നേരത്തെ വന്നത് എന്ന് പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശ്വാസികളെ, ആ മുഖങ്ങൾ പോരെ നിങ്ങൾക്ക് താജുൽ ഉലമയെ പറ്റി പറയാൻ? ആ ജനലക്ഷങ്ങൾ പോരെ താജുൽ ഉലമ ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ? നേരത്തെ ഈ സ്ഥാപനത്തിന്റെ മാനേജർ സി മുഹമ്മദ് ഫൈസി പറയുകയുണ്ടായി, ഇവിടെ ഖത്മുൽ ഖുർആൻ നടന്നതിന്റെ സ്വഭാവം. താജുൽ ഉലമയുടെ മുമ്പ് പല നേതാക്കന്മാരും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും മർക്കസ് സഖാഫത്തി സുന്നിയയിലെ ഈ 20,000-ഓളം വരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ കൂട്ടുകാർ, അവരുടെ പരിചയക്കാർ, എല്ലാവരോടുമായി കാന്തപുരം ഉസ്താദ് കഴിഞ്ഞ തിങ്കളാഴ്ച ളുഹ്ർ നിസ്കാരത്തിന് ശേഷം ഇവിടെ നിന്ന് പറഞ്ഞു, മക്കളെ, സാധിക്കുന്നവർ മുഴുവനും ഓരോ ഖത്തും വീതം ഓതണം താജുൽ ഉലമക്ക് വേണ്ടി. ഇവിടത്തെ മുഴുവൻ മുതഅല്ലിമീങ്ങൾ, ഇവിടെ എല്ലാ സ്ഥാപനങ്ങളിലെയും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഉസ്താദുമാർ, അധ്യാപകർ, നോൺ ടീച്ചിംഗ് സ്റ്റാഫ്, മുഴുവൻ ആളുകളും സുബ്ഹാനല്ലാഹ് ആ ഒരു ആഹ്വാനം പറഞ്ഞപ്പോഴേക്ക് പള്ളിയിൽ സദാസമയം 24 മണിക്കൂറും ഇരുന്ന് ഖത്മ് ചെയ്യുന്ന ഒരവസ്ഥ ഈ മർക്കസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുണ്ടായതെങ്കിൽ താജുൽ ഉലമ, അങ്ങയെപ്പറ്റി അങ്ങ് സൗഭാഗ്യവാനാണെന്ന് ഞങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അങ്ങേക്ക് വേണ്ടി തന്നെയെങ്കിലും ഇങ്ങനെ ഒരു മഹായജ്ഞം കാന്തപുരം ഉസ്താദ് പറഞ്ഞാൽ ചെയ്യാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏറെ സമ്പന്നരാണ്, ഞങ്ങൾ ഏറെ സുഹൃത്തം ഉൾക്കൊണ്ടവരാണ്. 70 കൊല്ലം അങ്ങ് മർക്കസിലായിരുന്നില്ല, മറിച്ച് മംഗലാപുരത്തിനടുത്തുള്ള ഉള്ളാളത്തായിരുന്നു. ആ ഉള്ളാൾ ജുമാഅത്ത് പള്ളിയുടെ ആ മെഹ്റാബിനു മുന്നിൽ അകത്ത പള്ളിയിൽ ഖാദിയും ഹംദുള്ളയും ചകമൈനിയും തുഹ്ഫയും പോലെയുള്ള കിതാബുകൾ അങ്ങ് കിതാബിലേക്ക് പോലും നോക്കാതെ ഓതിക്കൊടുക്കുകയും അതിലെ സംശയങ്ങൾ പറയുമ്പോഴേക്ക് അത് തീർത്തുകൊടുത്തതും, ആ വായിച്ചു തരുന്ന കുട്ടിയുടെ വായനയിൽ വല്ല തെറ്റും പറ്റുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദർസ് നടത്തുമ്പോൾ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങ് വായനയിൽ വരുന്ന തെറ്റുവരെ പിടിച്ച് തിരുത്തിയതുമൊക്കെ അനവധി ഉസ്താദുമാർ പറഞ്ഞ കേട്ടുകേൾവിയും അനുഭവവുമുള്ളവരാണ് ഞങ്ങൾ. അതേ, ആ ഉള്ളാൾ ജുമാഅത്ത് പള്ളിക്കനി അങ്ങയെ കാണാൻ സാധിക്കുമോ? ഇല്ല എന്ന് തന്നെ ഞങ്ങൾക്കറിയാം.
അഥവാ അങ്ങയുടെ ഭൗതികമായ സാന്നിധ്യം ഇനി അവിടെ ഉണ്ടാവുകയില്ല. അതേസമയം അങ്ങയുടെ ആത്മീയ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഉള്ളാളത്ത് 7 വർഷം അവിടെ തങ്ങളുടെ ഖിദ്മത്തിലായി നിന്നപ്പോൾ ഒരൊറ്റ ദിവസമില്ലാതെ ഞാൻ കണ്ട അനുഭവമാണ്. ഇശാ നിസ്കാരവും അതിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും ഒക്കെ കഴിഞ്ഞാൽ എത്ര ക്ഷീണിതനാണെങ്കിലും സുബ്ഹാനല്ലാഹ് പള്ളിയിൽ നിന്ന് നേരെ ദർഗയിലേക്ക് നീങ്ങുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങളവറുകളുടെ തലയുടെ തൊട്ടടുത്ത് അഥവാ പിന്നിൽ നിന്നുകൊണ്ട് ഖിബിലാക്ക് മുന്നിട്ട് യാസീനോദി ثم إلى حضرة هذا المقبور صاحب الكرامات والمقامات السيد الشريف محمد المدني എന്ന് പറയാതെ അങ്ങ് വിശ്രമിക്കാൻ റൂമിലേക്ക് പോയത് ഞങ്ങൾക്ക് ഓർമ്മയില്ല. തീർച്ചയായും ആ സയ്യിദ് മദനി തങ്ങൾ എങ്ങനെയാണോ ആത്മീയ ലോകത്ത് ഞങ്ങളെ നിയന്ത്രിച്ചത്, അതുപോലെ അങ്ങ് ഞങ്ങളെ നിയന്ത്രിക്കും എന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളിലേക്ക് നോക്കണമെന്നും ഞങ്ങളെ ഓർമ്മയുണ്ടാകണമെന്നും ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണമെന്നും മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. താജുൽ ഉലമ അങ്ങ് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നു. ഇവിടെ കൂടിയവരെ അങ്ങ് അറിയുന്നു. ഞങ്ങൾ എന്തൊക്കെ പറയുന്നു എന്നത് അങ്ങേക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ മറക്കരുത്. ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത സുന്നത്തി ജമാഅത്തിന്റെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ വെച്ച് ബിരുദം കൊടുക്കുമ്പോൾ അവിടെയൊക്കെ അങ്ങ് പ്രസംഗത്തിന് മൈക്കിന്റെ മുന്നിൽ വന്നപ്പോൾ ആലിമീങ്ങൾക്ക് നൽകേണ്ട സൂചന ആദ്യത്തെ ആയത്തിൽ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് നൽകുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഈ ആയത്തോതി ഇനി ഞങ്ങളുടെ ബിരുദധാരികൾക്ക് ഉപദേശം നൽകാൻ ആരാണുള്ളത്? ഞങ്ങൾക്കിപ്പോൾ തന്നെ വേവലാതിയാവുകയാണ്. അങ്ങയുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷജനകമാക്കി തരുമാറാവട്ടെ. സ്വർഗത്തിലേക്കുള്ള കവാടം അങ്ങേക്ക് അല്ലാഹു തുറന്നു തരുമാറാവട്ടെ. മാത്രമല്ല സ്വർഗത്തിന്റെ വിരിപ്പും കിടക്കയും അല്ലാഹു തആല അങ്ങേക്ക് അവിടെ വെച്ച് നൽകുമാറാവട്ടെ. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്തേ വളപട്ടണം മുതൽ എട്ടിക്കുളം വരെയുള്ള റോഡുകൾ ഇത്രയും കൂടുതൽ നിറയാനുള്ള കാരണം? എന്തേ ചെറിയ ഒരു അനൗൺസ്മെന്റ് മാത്രമുണ്ടായപ്പോൾ ഇത്രയും മഹാജനസാഗരം ഇവിടെ ഒരുമിച്ചുകൂടാൻ കാരണം? മറ്റൊന്നുമല്ല, ഞാൻ ഈ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. സാദാത്തുക്കൾ അതിന്റെ മുമ്പും കേരളത്തിൽ ഒരുപാടുണ്ടായിരുന്നു. സാദാത്തുക്കളുടെ കറാമത്തുകളെപ്പറ്റി പണ്ടുള്ള പണ്ഡിതന്മാരും ഒരുപാട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തേ താജുൽ ഉലമക്ക് മാത്രം ഇത്രയും വലിയ സ്ഥാനം? സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ മാത്രമല്ല, വലൗ വഹദീ, ഞാൻ ഒറ്റക്കേ ഉള്ളൂ, മറ്റാരുമില്ലെങ്കിലും അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്ത മഹാനാണ്. അതിനും പുറമേ പണ്ടൊരു കാന്തപുരം ഉസ്താദ് ഇല്ലാതായിപ്പോയി. പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഒരുപാട് മഹാന്മാരായ സാദാത്തുക്കൾ തങ്ങന്മാരുണ്ടായിരുന്നു. പക്ഷേ സാദാത്തുക്കളോട് നമ്മുടെ സമീപനം എന്താകണം എന്ന് ഇതുവരെ കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാന്തപുരം ഉസ്താദ് അങ്ങയുടെ മുന്നിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല താജുൽ ഉലമക്ക് കൊടുത്ത വലിയ സ്ഥാനമാണെങ്കിൽ അതിന്റെ പിന്നിൽ അതിന്റെ സബബ് അങ്ങാണ്. അങ്ങൊരു പക്ഷേ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞേക്കാം. അങ്ങ് തീർച്ചയായും ഇതിന്റെ പിന്നിൽ മുഴുവൻ പ്രവർത്തിച്ച സൂത്രധാരകനാണ്. അതെ, ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരാൾക്ക് മറ്റൊരാൾ പ്രചോദനമാകുമെങ്കിൽ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് അത്രയും പുണ്യം ആ പ്രചോദകന് കാരണക്കാരനുണ്ടാകുമെന്നാണ്. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമക്ക് ഇതിന്റെയൊക്കെ പ്രതിഫലം തന്റെ ദീനിയായ ലക്ഷ്യങ്ങൾ മുഴുവൻ സഫലീകരിക്കാനുള്ള തൗഫീഖ് കൊടുത്തുകൊണ്ട് അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ താജുൽ ഉലമയുടെ കൂടെ ഖമറുൽ ഉലമയുടെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളെ കൂടെ കഴിയാനുള്ള തൗഫീഖ് നമുക്കും ഈ ശബ്ദം കേൾക്കുന്ന നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ഒരുപാട് സഹോദരിമാര് പെൺകുട്ടികളുണ്ട്. അതുപോലെ ഇവിടെ വരാൻ കഴിയാത്ത എത്രയോ ആണുങ്ങളുണ്ട്. ഞാൻ ഓർക്കുകയാണ്, എറണാകുളത്ത് നിന്ന് ഇന്നലെ രാത്രി ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, നിങ്ങൾ സ്റ്റേജിലുണ്ടാകുമല്ലോ, താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും തർബിയത്ത് കിട്ടാൻ വേണ്ടി മാത്രം ദുആ ചെയ്യണം എന്നാണ് അയാൾക്ക് പറയാനുള്ളത്. അതൊരാളുടെ മാത്രം കഥയല്ല, ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും ഉദ്ദേശിക്കുന്നത് അതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ തർബിയത്ത് എന്നും നീ നൽകണേ യാ അല്ലാഹ്. ഇവിടെ ഞങ്ങൾ ഖുർആൻ ഓതാൻ വേണ്ടി പള്ളിയിലിരുന്നപ്പോൾ ഇന്നലെ രാത്രി, ഇന്ന് രാവിലെ, ഇന്ന് ഉച്ചക്ക്, അതുപോലെ ഇന്നത്തെ ഈ പരിപാടിക്ക് ഭക്ഷണമായും പായസമായും മറ്റു പല രീതിയിലും സഹായിച്ചവരുണ്ട്. അല്ലാഹ്, അവർക്ക് മുഴുവൻ നീ പ്രതിഫലം നൽകണേ അല്ലാഹ്. താജുൽ ഉലമയുടെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ ഞങ്ങൾക്കും ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇനിയും ഒരുപാട് പറയാനുണ്ട്, സമയം അനുവദിക്കുന്നില്ല, സദസ്സ് അനുവദിക്കുന്നില്ല. അതിനാൽ ഇവിടെ നിർത്തേണ്ടിയിരിക്കുന്നു. താജുൽ ഉലമ ഞങ്ങളെ മറക്കരുതേ എന്ന് മാത്രം ഒന്നുകൂടി ആ ഹളറത്തിലേക്ക് അങ്ങോട്ട് ഒരു ചെറിയ മെസ്സേജ് കൊടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കോഴിക്കോട്ട് നടന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം എത്രമാത്രം പ്രൗഢമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മർക്കസിലെ ശരീഅത്ത് കോളേജിലെ വിദ്യാർത്ഥി സംഘടന ഇഹ്യാഉ സുന്ന വളരെ കനപ്പെട്ട ഒരു സുവനീർ പ്രസിദ്ധീകരിച്ചിരുന്നു, ഹബീബിന്റെ പുസ്തകം എന്ന പേര്. നിർബന്ധമായും നിങ്ങൾ ഓരോരുത്തരും അതിന്റെ ഒരു കോപ്പി കൈപ്പറ്റണം. 30 രൂപ വിലയാണ്. അതേപോലെ തന്നെ ഹബീബിന്റെ ചാരത്ത് എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്തിൽ ജീവിതം ഒഴിഞ്ഞുവെച്ച ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് നടത്തിയ പ്രസംഗത്തിന്റെ CD 50 രൂപക്കും ഇവിടെ കിട്ടും. രണ്ടും നിങ്ങളൊക്കെ വാങ്ങി മേലിലും അത്തരം പരിപാടികൾ സംഘടിപ്പിക്കാനും മറ്റുമൊക്കെ സഹായം ആകണം എന്നുണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അദബുകേട് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ഉസ്താദുമാരും നേതാക്കളും പൊരുത്തപ്പെട്ടു തരണം എന്നും ഉണർത്തി നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.